ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ദിവസങ്ങളായി ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ് എടുത്തോ എല്ലാ മക്കളും? സ്ലേറ്റും പെൻസിലും എടുക്കുക. അപ്പൊ ആ എന്ന ചിഹ്നം ഇവിടെ ഭവിക സൂപ്പറായി എഴുതി കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ എന്ന ചിഹ്നം. ഓക്കെ, എല്ലാ മക്കൾക്കും എഴുതാൻ അറിയില്ലേ? ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. ആ. അപ്പോ അത് കായുടെ കൂടെ ചേരുമ്പോഴ്, തായുടെ കൂടെ ചേരുമ്പോഴ്, ചായുടെ കൂടെ ചേരുമ്പോഴ് ഒക്കെ എങ്ങനെ വരുന്നു? എങ്ങനെ എഴുതുക നമ്മള്? ആ എന്ന ചിഹ്നം ആദ്യം മിസ്സിനെ എഴുതി കാണിക്കണം. ആ. എല്ലാ മക്കളും എഴുതിയോ? സ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്ലേറ്റ് ആയിരുന്നു ബെറ്റർ. ആൻഡ്രോസേ ഉണ്ടോ മോളെ? അങ്ങനെയാണെങ്കിൽ മിസ്സിന് നല്ല എളുപ്പത്തിൽ കാണട്ടെയായിരുന്നു. ഓക്കെ, അപ്പോ ആ എന്ന ചിഹ്നം എഴുതിയോ? ഭവിക എഴുതിയത് കറക്റ്റ് ആയിരുന്നു. ബാക്കി ആരും എന്നെ മിസ്സിനെ കാണിച്ചില്ലല്ലോ? കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആ എന്ന ചിഹ്നം. ഓക്കെ, കറക്റ്റ്. ഗോഡ്വിൻ. ഓക്കെ, കാശിനാഥ് കറക്റ്റ്. ഏഞ്ചൽ കറക്റ്റ്. ഓക്കെ, ആ കാ എന്ന് എഴുതിയിട്ടുണ്ട് അന്നാഗ്രേസ്. ഓക്കെ, സർഗാസഹിത്ത് ചിഹ്നം എഴുതിയിട്ടുണ്ട്. ഗുഡ്. അപ്പൊ എല്ലാ മക്കളും ആ ചിഹ്നങ്ങൾ നല്ല പോലെ പഠിക്കണം. അപ്പോ ആ എന്ന ചിഹ്നം ഇപ്പൊ നമ്മൾ ഇവിടെ കാണിച്ച കുട്ടികളൊക്കെ കാണിച്ചതാണ് അല്ലെ? ആ എന്ന ചിഹ്നം. ഓക്കെ, മറക്കാതിരിക്കാൻ വേണ്ടിയാണ് മിസ് ഒന്നുകൂടി ഇത് പറയുന്നത്. അപ്പോ ആ എന്ന ചിഹ്നം ഇതാണല്ലേ? ആ എന്ന ചിഹ്നം അല്ലേ? നെക്സ്റ്റ് ചിഹ്നം ഏതാണ്? ഈ എന്ന ചിഹ്നം എങ്ങനെയാ എഴുതുക? ഒന്ന് എല്ലാ മക്കളും എഴുതിയേ. ഈ അല്ലേ? ഓൾ ഓഫ് യു ലിസൺ ഹിയർ. അപ്പൊ ഈ എന്ന ചിഹ്നം നിങ്ങളുടെ സ്ലേറ്റിൽ എല്ലാ മക്കളും എഴുതിയോ? ഇതാ ഇങ്ങനെയാണ് ഈ എന്ന ചിഹ്നം അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈ എന്ന ചിഹ്നാണ് അടുത്തത് മിസ് എഴുതുന്നത് അല്ലേ? അറിയോ നിങ്ങൾക്ക്? അപ്പൊ ഈ എന്ന ചിഹ്നം, അതായത് കീ, വീ, മീ അല്ലേ? വീണ ഒക്കെ എഴുതുമ്പോൾ ചിഹ്നം. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇതെന്തിനാ ഇങ്ങനെ ചുരുക്കിട്ടിട്ട് താഴോട്ട് വള്ളി അല്ലേ? ഈ എന്ന ചിഹ്നം. നെക്സ്റ്റ് വൺ ഏതാണ്? ഊ. ഓക്കെ, സമയം. ഊ എഴുതിയേ. എങ്ങനെയാ ഊ ചിഹ്നം? ബോർഡിൽ എഴുതിയ എല്ലാ മക്കളും ഊ ചിഹ്നം. ഭവിക എഴുതിയോ? സ്ലൈഡിൽ എഴുതിയ ഗോഡ്വിൻ ഊ എന്ന ചിഹ്നം. ഓക്കെ, കറക്റ്റ്. ഊ എന്ന ചിഹ്നം അല്ലെ? ഓക്കെ, അപ്പോ എല്ലാ മക്കളും ഇങ്ങനെ പഠിക്കണേ. ഇതിലെഴുതണ്ട കേട്ടോ നെഹള. പഠിച്ചു അല്ലേ നെഹളക്കുട്ടി? അപ്പോ നിങ്ങൾ നിങ്ങളുടെ സ്ലേറ്റിൽ എഴുതുക ഊ. ഊ അല്ലേ? ഊ വേണമെങ്കിൽ ഇതിന് കുറച്ചും കൂടി ചുരുക്കെല്ലാം വരാം കേട്ടാ. നെക്സ്റ്റ് ഏതാണ്? ഊ എന്ന ചിഹ്നാണ് എഴുതേണ്ടത് അല്ലേ നമുക്ക്? എന്ന ചിഹ്നം അല്ലേ? ഏത് അക്ഷരത്തിന്റെ കൂടെയും, അതായത് പ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം ഇട്ട പൂവ്, പൂവ് ഒക്കെ എഴുതുമ്പോ നമ്മൾ ഏതാ എഴുതുക? ഈ ചിഹ്നാണ് ഇടേണ്ടത് അല്ലേ? നെക്സ്റ്റ് ചിഹ്നം ഏതാണ്? ഊ കഴിഞ്ഞാല് അല്ലേ? ചിഹ്നം ഈറ്. എങ്ങനെയാ ഈറ് ചിഹ്നം എഴുതുക? ഇങ്ങനെ എഴുതുക മക്കളെ നിങ്ങള്. ഏത് അക്ഷരത്തിന്റെ കൂടെയും ഈറ് അല്ലേ? ഈറ്. കൃപ എന്നൊക്കെ എഴുതുമ്പോ ഇതാ വേണ്ടത് അല്ലേ? ഈറ്. എഴുതിക്കോ സമജ്ഞ, സ്ലൈഡിൽ എഴുതിക്കോ. നെക്സ്റ്റ് വൺ ഏതാ? ഈറ് കഴിഞ്ഞ എ അല്ലേ? എ ചിഹ്നം എഴുതണം. എ ചിഹ്നം നമ്മൾ ചെവി ഒക്കെ എഴുതാൻ പഠിച്ചാണ്. നൈജൽ ഇതിൽ വരക്കല്ല മോനെ. ചെവി അല്ലേ? അപ്പൊ എ ചിഹ്നാണ് ഇത്.
ചെവി എന്നൊക്കെ എഴുതുമ്പോ കെണി, ചെവി എന്നൊക്കെ എഴുതാൻ നമ്മള് ഇതാണ് യൂസ് ചെയ്യുക. എ. ഇനി ഏതാണ്? എ അല്ലേ? എ എന്ന ചിഹ്നം. ഏ. നെക്സ്റ്റ് ഏത് ചിഹ്ന? ഐ. തൈര് എന്നൊക്കെ എഴുതല് നമ്മള് ഈ ചിഹ്നം ഉപയോഗിച്ചാണ് അല്ലെ? 2 എ ചിഹ്നാണ് ഐ എന്ന ചിഹ്നം. മൈന എന്നൊക്കെ എഴുതുക അല്ലെ? നെക്സ്റ്റ് പിന്നെ എ ഐ ഓ ഓ അല്ലെ? ഓ അല്ലേ അടുത്തത് അല്ലേ സമജ്ഞ? യെസ്, ഓക്കെ. ഓ എന്ന ചിഹ്നം എങ്ങനെയാ എഴുതുന്നില്ലേ നിങ്ങളുടെ സ്ലൈഡില്? ഓ എന്ന ചിഹ്നം ഇതിന്റെ എ ചിഹ്നോട്ട് കുറച്ച് സ്ഥലം വിട്ട് ഇങ്ങനെ അല്ലെ ആ എന്ന ചിഹ്നം എഴുതണം. അപ്പോഴാണ് ഓ എന്ന ചിഹ്നം ഇത് അല്ലെ? ഇതിന്റെ ഇടയിലാണ് അക്ഷരങ്ങൾ വരിക. ഓക്കെ. നെക്സ്റ്റ് ഓ ഓ എന്ന ചിഹ്നാണ് അടുത്തത് അല്ലെ? ഓ. ഏ ചിഹ്നം ഇടുക, എന്നിട്ട് ആ ചിഹ്നം ഇടുക. ഓ അല്ലേ? നെക്സ്റ്റ് വൺ ഏതാ? ഔ. ഔ ചിഹ്നം എങ്ങനെയാ? ഔ ഇങ്ങനെ ഇടണം അല്ലേ? കൗ എന്നൊക്കെ ഇടുമ്പോ മൗ ചിഹ്നം ഇടണം. നെക്സ്റ്റ് ഔ കഴിഞ്ഞ അം അല്ലേ? അം ചിഹ്നം ഇങ്ങനെ അല്ലേ? കാ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചിഹ്നം ഇടണം. മരം എന്നൊക്കെ ഇടുമ്പോ രാ കഴിഞ്ഞ് നമ്മൾ ഒരു അനുസ്വാരം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഓ, അപ്പൊ ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് ആണല്ലോ മക്കളെ, മറന്നുപോവോ? ഇല്ല അല്ലേ? അപ്പോ ഇതാണ് ചിഹ്നങ്ങൾ. ഇത് നിങ്ങൾക്ക് നല്ലപോലെ തറവാണോ അവിടെ ദിവസവും നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ. അപ്പോ നമ്മൾ ടെക്സ്റ്റ് എടുക്കും. അത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചിഹ്നങ്ങളിൽ തന്നെയുള്ള ഇതാണ്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ ഏതാണ്? ചെവി. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ എല്ലാ മക്കളും? എല്ലാ മക്കളും ടെക്സ്റ്റ് ബുക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ചെവി, ആരോ ഒരാൾ പേന, മൈന ചിഹ്നങ്ങൾ കണ്ടോ യൂസ് ചെയ്തത്? ചെവി, പേന, മൈന. അടുത്തത് മെതി, ചെടി, പേടി, ചേന, കൈത, തൈര്. കണ്ടോ മക്കളേത്? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ? അപ്പൊ ഈ ചിഹ്നം എങ്ങനെയാണ് വായിക്കാനും അത് പഠിക്കണം നല്ലപോലെ. അപ്പൊ ആദ്യത്തത് ചെവി, പേന. ആരാണ് പാട്ട് പാടുന്നത്? മൈന. നെക്സ്റ്റ് വൺ ഏതാണ്? അപ്പോ ചെവി, പേന, മൈന, മെതി. ഏ ചിഹ്നാണ് മെതി, ചെടി ഏ ചിഹ്നാണ്. ഏ എന്ന ചിഹ്നാണ് പേടി, ചേന. അക്ഷരങ്ങൾ നോക്കി കൂട്ടി വായിക്കണേ, ചിഹ്നങ്ങൾ ഓർമ്മിക്കണേ. നെക്സ്റ്റ് വൺ എന്താണ്? മൈന എന്നുള്ളതിന്റെ ഐ ചിഹ്നം. പിന്നെന്താണുള്ളത്? കൈത, തൈര്. അപ്പൊ ഫസ്റ്റ് വൺ ചെവി, മെതി, ചെടി. നെക്സ്റ്റ് പേന, പേടി, ചേന. ഒരേ ചിഹ്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ. നെക്സ്റ്റ് മൈന, കൈത, തൈര്. വായിച്ചു നോക്കുന്നുണ്ടോ മക്കളെ നിങ്ങള്?
അപ്പൊ നെക്സ്റ്റ് പേജിൽ ഏതാ ഉള്ളത്? വേനൽക്കാലം അതല്ലേ? ആണോ? ഓ മിസ് ഇന്ന് ടെക്സ്റ്റ് ഇല്ല മിസ് കയ്യിൽ, അപ്പൊ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഏതൊക്കെ കാലങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ? നമ്മൾ എക്സാമിന് ഓൾറെഡി മിസ് ഇട്ടതാണ് ആ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ചിത്രം കാണുമ്പോ മനസ്സിലാവില്ലേ നിങ്ങക്ക്? ആദ്യത്തെ ഏതാ ഗോഡ്വിൻ? ആദ്യത്തെ പിക്ചറിൽ ഏതാ ഉള്ളത്? വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, പൂക്കാലം. ഓക്കെ, ചിത്രം കാണുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? വേനൽക്കാലം എന്തുകൊണ്ടാ? അവിടെ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടല്ലേ, നല്ല വെയിലുള്ള സമയമാണ്, അപ്പോ വേനൽക്കാലം. നെക്സ്റ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഒരാള് കൊട ചൂടി അതിലേ നടക്കുന്നുണ്ട്, അപ്പൊ എന്താ? മഴക്കാലം. നെക്സ്റ്റ് വൺ മഞ്ഞുകാലം അല്ലെ, നല്ല വൂളൻ ഡ്രസ്സിലൊക്കെ ഇട്ടിട്ടാ ഉള്ളത് അല്ലെ, തണുപ്പായിട്ട് എങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടോ, അപ്പൊ അത് മഞ്ഞുകാലം. നെക്സ്റ്റോ പൂക്കാലം, പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാലം, അത് പൂക്കാലം. ഓക്കെ, നെക്സ്റ്റ് വൺ ഏതാ? നമ്മളെ ഓ എന്ന ചിഹ്നം യൂസ് ചെയ്യുന്നതാണ് അല്ലെ നെക്സ്റ്റ് പേജില്. അപ്പൊ നമ്മൾ അത് രണ്ടും പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ഇത് ഓ എന്ന ചിഹ്നം, ഇപ്പൊ മിസ് എഴുതി തന്നാണ്. എ ചിഹ്നം ഇട്ട് ആ എന്ന ചിഹ്നം ഇടുമ്പോ ഓ എന്ന ചിഹ്നാവും അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മക്കളെ ഇത്? അപ്പൊ പൊതി അല്ലെ, ഓ എന്ന ചിഹ്നം യൂസ് ചെയ്യുമ്പോ എങ്ങനെയാ കാണുന്നുണ്ടോ നിങ്ങള്? ഉണ്ടോ? ചിഹ്നം ഏതാ വരുന്നത്? ഇവിടെ ശ്രദ്ധിക്കണേ, ചിഹ്നം വരുന്നത് ഓ എന്ന ചിഹ്നം അല്ലെ? അപ്പൊ അതിന്റെ ഇടയിൽ ഓ എന്ന ചിഹ്നം ഇട്ടുണ്ടെങ്കിൽ ആദ്യം എ ചിഹ്നം ഇട്ടു, നെക്സ്റ്റ് പാ എഴുതി അല്ലെ? പൊതിന്ന് എഴുതുമ്പോ നമ്മൾ എങ്ങനെയാ എഴുതേണ്ടത്? എന്നിട്ട് ആ ചിഹ്നം, പൊതി. അപ്പോ നിങ്ങൾ 2 ലൈൻ നോട്ട്ബുക്കില് ഇതില് ഏതുവരെ എഴുതി? 2 ലൈൻ ബുക്കിൽ നിങ്ങൾ എഴുതുന്നുണ്ടോ? കോപ്പി ഇപ്പൊ എഴുതുന്നില്ലല്ലോ, അതുപോലെ അക്ഷരദീപം എഴുതുന്നില്ലല്ലോ. എവിടെ വരെ എത്തി സമജ്ഞ അക്ഷരദീപം ബുക്ക്? ഏതാ മോളെ? ഓ ചില്ലക്ഷരങ്ങള് അല്ലെ? 5 ഓക്കെ, അത് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു ഞാൻ ആദിശ്രീ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പൊ പഠിക്കുന്ന, അപ്പൊ അതില് നിങ്ങൾക്ക് തറ എന്നൊക്കെ എഴുതാനുണ്ടോ? ഇല്ലേ അടുത്ത പേജില് അല്ലെ? അക്ഷരദീപത്തിൽ അടുത്ത പേജിൽ എന്നാ നോക്കാൻ പറഞ്ഞ അമ്മയോട്? ചില്ലക്ഷരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? എന്താ ഗോഡ്വിൻ ചില്ലക്ഷരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്? ഓക്കെ അല്ലെ? അപ്പൊ അത് നിങ്ങൾ ഇനി എഴുതാൻ തുടങ്ങണം കേട്ടോ. തറ പറ നമ്മൾ ആദ്യം എഴുതിയല്ലേ? എഴുതിയോ ഗോഡ്വിൻ? എഴുതിക്കോ കേട്ടോ നിങ്ങള്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? അടുത്ത ദിവസങ്ങളില് ഹോംവർക്ക് എഴുതി കൃത്യമായി ഗ്രൂപ്പിൽ, മിസ്സിന്റെ പേഴ്സണലിലോ ഗ്രൂപ്പിലോ ഇടണം. ഓക്കെ, പേഴ്സണൽ നമ്പറിൽ ഇട്ടോ മിസ്സിന്റെ കേട്ടോ, ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അങ്ങ് അവിടെ അങ്ങ് കയറി പോയാൽ പിന്നെ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണം? അക്ഷരദീപം ബുക്കിൽ ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അതുപോലെ നമ്മുടെ 2 ലൈൻ ബുക്കില്ലേ, 2 ലൈൻ ബുക്ക്, അതില് മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് എഴുതണം. ഏത്? ഇപ്പൊ ഇന്ന് നമ്മള് പൊതി, അതുവരെയുള്ളത് നിങ്ങൾ എഴുതിയോ മക്കളെ? എഴുതിയോ ഗോഡ്വിൻ? ആ ചെവി, നര, നുര അവിടെ എഴുതിയത്. ഓക്കെ അല്ലെ? ചിഹ്നം എത്തി. അപ്പൊ അവിടെ നിന്നുള്ള എല്ലാ വേർഡുകളും നിങ്ങൾ എഴുതണം കേട്ടോ. എഴുതി കൊടുത്തോ അമ്മമാര്? അപ്പൊ അവര് ഫുൾ എഴുതിക്കോട്ടെ, ഒരു പേജ് നിറയെ
മൂന്ന് വാക്ക് നിങ്ങൾ മേലെ എഴുതി കൊടുത്തോ. ഓക്കെ, ആ ആ ഓക്കെ. വരച്ചു കൊടുത്താൽ മതി. അപ്പൊ അവര് ചെയ്തോളൂല്ലോ വൃത്തിയില്. നമ്മൾ ക്ലാസ്സിലാവുമ്പോ അങ്ങനെ ചെയ്യുക. നമ്മൾ മേലെ ഒരു പേജില് 3 വേർഡ്സ് എഴുതി കൊടുക്കും. അപ്പൊ താഴെ കംപ്ലീറ്റ് അവർ എഴുതും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ എത്തിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ അത് എഴുതിയിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഇപ്പൊ പൊതി ഓ ചിഹ്നം എങ്ങനെ വരും എന്നാണ് മിസ് പറഞ്ഞു തന്നത്. അപ്പോ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഉടനെ 2 ലൈൻ ബുക്കും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോ ഒരു പേജെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഹോംവർക്ക് എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ പൊതി, നെക്സ്റ്റ് തൊടി അല്ലെ. അപ്പൊ ഏതക്ഷരം വന്നു? ഓ ചിഹ്നത്തിന്റെ ഇടയിൽ ത എന്ന അക്ഷരം വന്നു അല്ലെ. എങ്ങനെയാ വരുക മക്കളെ? ത, ഓ ചിഹ്നം ഇട്ടു, എന്നിട്ട് ത എന്ന തറ പറ നമ്മൾ ആദ്യം പഠിച്ച ത എന്ന അക്ഷരം എഴുതി ഓ എന്ന ചിഹ്നം ഇട്ടു അല്ലെ. തൊടി. എനിക്കോ ടാറ്റാണ് അതിലത് ത. നിങ്ങൾ എല്ലാ അക്ഷരങ്ങളും പഠിച്ച് ചിഹ്നങ്ങളും പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് എഴുതാനും ബുദ്ധിമുട്ടില്ല. കണ്ടോ? തൊടി അല്ലേ. നെക്സ്റ്റ് വൺ ഏതാണ്? പൊതി, തൊടി, പൊടി. അടുത്തത് പൊടി. എങ്ങനെയാണ് ഓ ചിഹ്നം യൂസ് ചെയ്യുന്നത് കണ്ടോ മക്കള്? പൊടി അല്ലേ. ഏ ചിഹ്നം ഇട്ടു, പ എഴുതി, ഓ എന്ന ചിഹ്നം എഴുതി, നെക്സ്റ്റ് ട എഴുതി, ഈ ചിഹ്നം ഇടണം അല്ലെ. നല്ല ടി ആവും. ഈ ചിഹ്നം ഇട്ടു. കണ്ടോ? പൊടി. എന്താണ്? പൊടി. അപ്പൊ പൊതി, തൊടി, പൊടി. 3 വേർഡുകൾ നമ്മളിപ്പോ 3 പദങ്ങൾ പഠിച്ചു അല്ലെ. പൊതി ഓ ചിഹ്നം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു അല്ലെ. അപ്പോ പൊതി, ആദ്യത്തത് പൊതി. നെക്സ്റ്റ് വൺ തൊടി, തൊടി. നെക്സ്റ്റ് വൺ പൊടി, പൊടി. എന്തേ ഗോഡ്വിന് ഉറക്കം തൂക്കുന്നുണ്ടോ മോനെ? ഗോഡ്വിനെ ഓക്കെ. അപ്പൊ 3 വേർഡ്സ് നമ്മൾ പഠിച്ചു അല്ലെ. പൊതി വായിച്ചു നോക്കിയേ. പൊതി വായിച്ചേ ഗോഡ്വിൻ? വായിച്ചേ. ബോർഡിൽ മിസ് ഇപ്പൊ എഴുതിയ സ്ക്രീനിൽ എഴുതിയത്. കൊതി, പൊതി പായല്ലേ എവിടെ യൂസ് ചെയ്ത്? ആ, പൊതി, തൊടി, തൊടി, പൊടി, പൊടി. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ വായിക്കണം. നെക്സ്റ്റ് ഭവിക ഒന്ന് വായിച്ചേ. മിസ് സ്ക്രീനിൽ ഇപ്പൊ എഴുതിയത് ഒന്ന് വായിച്ചേ. പൊതി, പൊതി, ഓക്കെ. തൊടി, പൊടി, പൊടി. പൊടി. ഓക്കെ, അക്ഷരം നോക്കി വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് അഭിരാമി ഒന്ന് വായിച്ചേ മോളെ. അത് അഭിരാമി പൊതി. നെക്സ്റ്റ് പൊതി, തൊടി, പൊടി, പൊടി. ഓക്കെ, മനസ്സിലായോ മക്കളെ? ക്രിസ്റ്റി ഒന്ന് വായിച്ചേ. ക്രിസ്റ്റി വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിച്ചു നോക്കിയേ. പൊടി, തൊടി, പൊടി, പൊടി. നെക്സ്റ്റ് നെഹല ഫാത്തിമ ഒന്ന് വായിച്ചേ. നെഹല പൊടി, പൊടി, പൊടി അല്ലേ. ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാ മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് അവേദി ഒന്ന് വായിച്ചു നോക്കിയേ മോളെ. എന്തൊക്കെയാ ഉള്ളത്? ഇത് വായിച്ച ഈ എഴുതിയതൊന്ന് വായിച്ചേ. മിസ് എഴുതിയത് ഏതൊക്കെയാണ്? പൊടി, പൊടി, പൊടി. പൊടിയല്ല, പൊടി. ഓക്കെ, അപ്പോ 3 നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ലൈൻ ബുക്കില് നല്ല നീറ്റില് ഫുൾ ഒരു പേജ് എഴുതണം.
ഓക്കെ, പറഞ്ഞോണ്ട് എഴുതണം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ ഏതാണ്? അത് മനസ്സിലായോ മക്കളെ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ അത്? അപ്പോ പൊതി, തൊടി, പൊടി. നെക്സ്റ്റ് ഏതാ ചിഹ്നം വരുന്നേ? ഓ എന്ന ചിഹ്നാണ് വരുന്നത്. മോടി. ടെക്സ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഏതാ മിസ് വായിക്കുന്നേന്ന്? മോടി, മോടി, തോട, ചോല. എന്തേ ആരോമലേ? പൊതി പൊടി അതെല്ലാം പഠിപ്പിച്ചിട്ടില്ലേ? അത് പിന്നെ അല്ല, അത് അക്ഷരദീപത്തിലാണോ എഴുതണ്ടല്ല? 2 ലൈൻ ബുക്കില് അക്ഷരദീപം ബുക്കിൽ നമുക്ക് ഓൾറെഡി കോപ്പി ബുക്ക് അതിൽ ഇല്ലതല്ലേ എഴുതാൻ പറ്റൂ. നെക്സ്റ്റ് 2 ലൈൻ ബുക്കില്ലേ മലയാളം ബുക്ക് അവന്റെ അതിൽ കേട്ടോ, ഒരു പേജിൽ എഴുതിയാൽ. ഓക്കെ, നെക്സ്റ്റ് മോടി, തോട, ചോല. ഏതാ ചിഹ്നം അതിലുള്ളത്? ഏത് ചിഹ്ന ഭാവയാമി ഇപ്പൊ അതിലുള്ളത്? മോടി, തോട, ചോല. അതിലേതാ ചിഹ്നം? ഏത് ചിഹ്നം ഉള്ളത്? മോടി, തോട, ചോല. ഏത് ചിഹ്ന അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ഏത് ചിഹ്ന ആരോമലേ? ഏത് ചിഹ്ന അതിൽ യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ? മോടി, തോട, ചോല എന്ന വാക്കുകളിൽ ഏത് ചിഹ്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അറിയില്ല? ആർക്കറിയാം? ഓക്കെ ഭവിക, ഏതാ ഭവിക? അൺമ്യൂട്ട് ചെയ്തു. ഓ അല്ലേ? ഓക്കെ, കറക്റ്റ്. ഓ എന്ന ചിഹ്നാണ് മോടി, തോട, ചോല എന്ന വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ മക്കൾക്ക്? നിങ്ങൾ ശ്രദ്ധിക്കണം, മിസ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായോ അത്? അപ്പോ ഇവിടെ കൈപൊക്കിയവരുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ മോടി എഴുതി കാണിച്ചു തരാ. മോടി, ഓ എന്ന ചിഹ്നാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അല്ലെ? ഓ എന്ന ചിഹ്നാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓ എന്ന ചിഹ്നം നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചില്ലേ? ഓ, ഏ ചിഹ്നവും മാ എഴുതുക, ഓ ആ എന്ന ചിഹ്നവും അല്ലേ? എന്നിട്ട് ടാ എഴുതി പള്ളിയിട്ടു. ഇപ്പോ മോടി അല്ലേ? ആരാ വരക്കുന്നത്? മുഹമ്മദ് സിയാനാണോ ഇവിടെ വരക്കുന്നത്? അപ്പൊ മോടി. നെക്സ്റ്റ് വൺ എന്താണ്? തോട അല്ലേ? ഏ ചിഹ്നിടുക, ടാ എഴുതുക, ഓ ആ എന്ന് ചിഹ്നിടുക. നെക്സ്റ്റ് ടാ, തോട. നെക്സ്റ്റ് വൺ ചോല. ഓ എന്ന ചിഹ്നാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. ചോല. ഓ, നൈജൽ വരച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. ചോല കണ്ടോ? ചോല. അപ്പൊ നമ്മൾ ഓ എന്ന ചിഹ്നം തൊട്ട് മുമ്പേ നമ്മൾ ഓ എന്ന ചിഹ്നം പഠിച്ചു, ഇപ്പൊ ഓ എന്ന ചിഹ്നം പഠിച്ചു. അപ്പൊ മോടി, തോട, ചോല അല്ലേ? എന്താ വായിക്കുക ഭാവ്യമി? ഒന്ന് വായിച്ചേ ഭാവ്യമി. ഇപ്പൊ എഴുതിയത് ബോർഡിൽ എഴുതിയത് ഒന്ന് വായിച്ചേ. വായിച്ചു. വായിച്ചേ.
നെക്സ്റ്റ് ഏതാ അക്ഷരം നോക്കിയേ മോള്? കാണുന്നില്ല? എന്താണ് ഇപ്പൊ സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത്? ആ. അറിയാപ്പോ അല്ലേ? മോടി. നെക്സ്റ്റ് വൺ താക്ക്. ഏ ചിഹ്നോട്ട് എന്താ വൈകും? തേന്ന്. ആ ചിഹ്നം കൂടി ഇട്ടല്ലോ. ഓക്കെ. നെക്സ്റ്റ് വൺ ചാക്കിട്ട ചോ. ഓക്കെ, അങ്ങനെയാണ് വായിക്കേണ്ടത്. ചാക്ക ചിഹ്നൂട്ട ചോന്ന് വായിക്കും അല്ലേ? ചോല. ഓക്കെ, ക്രിസ്റ്റോ ജോൺ ഒന്ന് വായിച്ചത്. മോടി. നെക്സ്റ്റ് വൺ ചോരയാണോ? ലായല്ലേ? ചോല. ഓക്കെ, ചോല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അനയ റോസ് ഒന്ന് വായിച്ചേ. അനയ റോസേ, എന്തൊക്കെയാ ഇപ്പൊ മിസ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്? ഒന്ന് വായിച്ചേ. ഓക്കെ. നെക്സ്റ്റ് പാർവണ. ഓക്കെ. ആൻഡ്രോസ് ജിയോ എന്താ എഴുതിയത് അവിടെ? എന്തൊക്കെയാ എഴുതിയിട്ടുള്ളത്? ഒന്ന് വായിച്ചേ. ഓക്കെ, അപ്പൊ ഏത് ചിഹ്ന അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഓ എന്ന ചിഹ്നം അല്ലേ? ഓ. നെക്സ്റ്റ് കാശിനാഥ് ഒന്ന് വായിച്ചേ. കാശിനാഥേ, മോടി ചോല തോട ചോല. ചിഹ്നം ഓ എന്ന ചിഹ്നം അല്ലേ? അപ്പോ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് അടുത്തത് ഏതാണ്? ഔ എന്ന ചിഹ്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? ഔ എന്ന ചിഹ്നം മൗനം അല്ലെ? ഔ ചിഹ്നം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ഇപ്പൊ നമ്മൾ എഴുതിയത് ഇതാണ് ഔ എന്ന ചിഹ്നം അല്ലെ? ഔ എന്ന ചിഹ്നം. അപ്പോ മൗനം, മൗനം, മൗനം. കണ്ടോ? മൗനം. നെക്സ്റ്റ് മൗലി. എഴുതി ഔ ചിഹ്നൂട്ടു ലാ എഴുതി മൗലി. കണ്ടോ? മൗലി. നെക്സ്റ്റ് നൗക അല്ലേ? നൗക, നൗക, നൗ ഔ നൗ നൗക അല്ലേ? 3 വേർഡുകളിൽ മൗനം ഔ എന്ന ചിഹ്നം
യൂസ് ചെയ്ത് എഴുതുന്ന 3 വേർഡുകളില് ഒന്ന് മൗനം, 2 മൗലി, നൗക. ഫിയോണ, ഇവിടെ ഏതാണ് വേർഡ്, ഏത് ചിഹ്ന യൂസ് ചെയ്തിട്ടുള്ളത് ഫിയോണ? ഔ അല്ലേ? ഓ കറക്റ്റ്. ഔ എന്ന ചിഹ്നാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? നെക്സ്റ്റ് അംന ഫാത്തിമ, ഏതൊക്കെ വേർഡുകൾ അവിടെ എഴുതിയിട്ട് ഒന്ന് വായിച്ചേ. മൗനം ആ അക്ഷരം നോക്കി വായിച്ചേ. മൗനം. നെക്സ്റ്റ് വൺ ആ മൗലി ആ ഒറ്റക്ക് വായിക്കാൻ പഠിക്കണേ. നൗക. നെക്സ്റ്റ് ധനലക്ഷ്മി ഒന്ന് വായിച്ചേ മോളേത്. മൗനം അവിടെ ഇവിടെ മൗലി ലൗക. അർജുൻ രാജേഷ് ഒന്ന് വായിച്ചേ. അർജുൻ ഒന്ന് വായിച്ചേ. അർജുൻ ഈസ് അൺമ്യൂട്ട്. അർജുൻ അർജുനെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. വായിച്ചത് ഔ എന്ന ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ എഴുതിയത് ഏതൊക്കെ വേർഡുകളാ? മൗനം, ആ നെക്സ്റ്റ് മൗലി, ആ നെക്സ്റ്റ് നൗക. നൗക. ഇലോൺ, ഇലോൺ ഉണ്ടോ ഇവിടെ? ഇലോൺ ഒന്ന് വായിച്ചേ മോനെ. വീഡിയോ ഓൺ ആക്കിയിട്ടും കുഴപ്പമില്ല, വായിച്ചാ മതി. മൊബൈലിന് കംപ്ലൈന്റ് അല്ലേ? അമ്മേനെ കാണുന്നില്ലേ? മൗനം മൗനം. നൗക. നമ്മുടെ സമയം കഴിയാറായി മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ഇനി ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ കൊറേ പേരിനെ വായിക്കാനുണ്ട്, അപ്പൊ അവരാ ആ സമയത്ത് വായിപ്പിക്കാം അല്ലേ? ഓക്കെ, ബൈ ബൈ. Bye.